ഇന്ന് ഞാൻ എന്റെ വീട്ടിലെ വീണ്ടും ഒരു വിളവെടുപ്പിന്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു വർഷമൊക്കെ മുമ്പ് കുറച്ചധികം പൈനാപ്പിളുകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ കടയിൽ കൊടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, നമുക്ക് വീട്ടിലെടുക്കാനുള്ള ഒരു ആവശ്യം കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ നട്ടത്. അപ്പൊ ഒരു 100ഓളം പൈനാപ്പിളൊക്കെയാണ് നട്ടായിരുന്നത്. പക്ഷെ നമുക്കിതാ ഇതൊക്കെ പഴുത്ത് കിട്ടുന്ന സമയത്ത് കുറച്ചധികം ഒരേ സമയത്തൊക്കെ ഉണ്ടായി കിട്ടുന്നുണ്ട്. അപ്പോ ഇന്നിപ്പോ നല്ല പഴുത്ത പൈനാപ്പിളൊക്കെ നോക്കിയിട്ട് അതിന്നൊരു 5-6 പൈനാപ്പിൾ മാത്രമായിട്ടാ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ലോണക്ക് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഒരു 10എണ്ണത്തിൽ മേലെയായിട്ട് ഇതിൽ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഈ 6 പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മള് പുറത്തേക്ക് വേണ്ടവർക്കൊക്കെ കുറേശ്ശെ സെയിൽ ചെയ്യണൊക്കെ ഉണ്ട് ഈ പൈനാപ്പിള്. നമ്മളിങ്ങനെ കാര്യമായിട്ട് വളമൊന്നും കൊടുത്തു ചെയ്യുന്നതല്ല. ചെറിയ രീതിയില് ജൈവവളങ്ങൾ മാത്രം കൊടുത്തിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് വലിയ ഓവറായിട്ടുള്ള വലിപ്പോ അങ്ങനെയൊന്നും ഈ ഒരു പൈനാപ്പിളിന് ഇല്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്, നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളിതാ ഇന്ന് പറിച്ച് ഈ 5-6 പൈനാപ്പിളൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലെ വിയറ്റ്നാം വെർലി പ്ലാവിൽ വലിയൊരു ചക്ക ഉണ്ടായിരുന്നു. അപ്പൊ ആ ചക്കയും നമ്മളിതാ ഇതിന്റെ കൂടെ ഇട്ടു. ഇത് ഒരു പഴുത്ത സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് നമ്മൾ ഇട്ടത്. പിന്നെ അതിനുശേഷം നമുക്ക് നമ്മുടെ റെഡ് ലേഡിയുടെ പപ്പായ പറിക്കാനുണ്ട്. അപ്പോ ഈ മെയ് മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റെഡ് ലേഡി പപ്പായ മരത്തുമേലത്തൊക്കെ പപ്പായകളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. നമ്മളൊരു സെപ്റ്റംബർ തൊട്ട് ഏപ്രിൽ വരെ കിട്ടാനുള്ള പാകത്തിനാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് കഴിയുമ്പോൾ മെയ് ആവുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പൊ നമുക്കൊരു മാർച്ചോട് കൂടി തന്നെ ഇതിന്റെ താഴേന്ന് പുതിയ തൈ വെച്ചു കൊടുത്തിട്ട് അത് വലുതായി വരാട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മളിതാ ഇന്ന് ഈ ചക്കയും അതിനൊപ്പം തന്നെ പൈനാപ്പിളും ഇത്രയും പപ്പായും കൂടെ പറിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് അവസാനിപ്പിക്കുക കേട്ടോ.